പ്രഭാഷകൻ 30-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. കുട്ടികളുടെ ശിക്ഷണം. പുത്രനെ സ്നേഹിക്കുന്നവൻ അവൻ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കുകയും മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മ ഉണ്ടാകും. സ്നേഹിതരുടെ മുമ്പിൽ അവനെ കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസിയാലക്കളാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ അവൻ അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു, മരിക്കുമ്പോൾ അവൻ ഒട്ടുമില്ല. ശത്രുക്കളോട് പകരം വീട്ടാൻ സ്നേഹിതന്മാരോട് പ്രതികാരം ചെയ്യാൻ അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ച് കെട്ടേണ്ടി വരും. അവന്റെ ഓരോ നിലകളെയും പിതാവിനെ വേദനിപ്പിക്കും. നിൽക്കാത്ത കുതിര ദൃഷ്ടാടിയും കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അനന്തമായി ലാളിച്ച അവൻ എന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടി കളിക്കുക, അവൻ എന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടി ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പുല്ലും ധരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവന്റെ തെറ്റുകൾ അവഗണിക്കുകയായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിയായിത്തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. അവന്റെ ലജ്ജകരമായ പ്രവർത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രമിക്കും. ആരോഗ്യം. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ദരിദ്രനേക്കാൾ ആരോഗ്യപ്രദമായ ദരിദ്രനാണ് നല്ല ഭാഗ്യവാൻ. ആരോഗ്യ സ്വന്തത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ബലിഷ്ഠമായ ശരീരം മണമിന്റെ ധനത്തെക്കാളും. ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിലുപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തെക്കാൾ മരണവും മാറാരോഗത്തെക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിഷപ്പില്ലാത്തവരെ മുൻപിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഭുജിക്കാനോ കാണാം ആസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനെ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണപദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരഞ്ഞു. കന്യകയെ ആലിംഗനം ചെയ്തിട്ട് വിലപിക്കുന്ന ഷണ്ടനെ പോലെ തന്നെ. സന്തോഷം. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയരുത്. ഹൃദയാനന്ദ മുഴുവനെ നിന്റെ ജീവൻ സന്തോഷവും അവന്റെ ആയുസമാണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. യോജന നാം കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ക്രിസ്ത്യാനിക്ക് സ്തുതി.